Hello? Hello, mic check. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം എൻ്റെ പേര് കൃഷ്ണപ്രീതി, ഞാനാണ് നിങ്ങളുടെ ഇന്നത്തെ ഈ ഇവന്റിന്റെ ഹോസ്റ്റ്. അപ്പം അതിന് ഞാൻ ചോദിക്കട്ടെ, എല്ലാവർക്കും സുഖല്ലേ? ഓക്കെ, എല്ലാവരും ഓണൊക്കെ അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് അല്ലെ. അതിനൊക്കെ ഒരു സന്തോഷം, എക്സൈറ്റ്മെന്റ് ഒക്കെ ഞാൻ നേരത്തെ എല്ലാവരുടെ മുഖത്തും കണ്ടു. എനിക്ക് അതുപോലെ തന്നെ കേട്ടോ. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രാവശ്യത്തെ ഓണം വളരെയധികം സ്പെഷ്യാലിറ്റി ഉള്ളൊരു ഓണമാണ്. കാരണം ഒരുപാട് നാളുകളായിട്ട് നമ്മളെല്ലാവരും വീടുകളിൽ തന്നെ കഴിഞ്ഞുകൂടുമായിരുന്നു അല്ലെ. റെസ്ട്രിക്ഷൻസും അതുപോലെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ആരെയും കാണാതെ മിങ്കിൾ ചെയ്യാതെ ഒക്കെ ഒരുപാട് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്താണ് നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഒത്തുവന്നത്. അപ്പൊ ഈ പ്രാവശ്യത്തെ ഓണം എന്തായാലും ഒരു ഒത്തുചേരലിന്റെ കൂടി ആഘോഷമാണ് അല്ലെ. എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ വർഷം M.A.U.K വളരെ ഗംഭീരമായിട്ടാണ് ഓണാഘോഷ പരിപാടികൾ നടത്താറുണ്ടായിരുന്നത്. എന്നാൽ നമുക്ക് എന്താ പറയുക, ഈ പ്രാവശ്യത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കോവിഡ് റെസ്ട്രിക്ഷൻസ് കാരണം M.A.U.Kയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഫേസ്ബുക്ക് ലൈവായിട്ട് ഓണാഘോഷ പരിപാടികൾ നമ്മൾ നടത്തിയത്. അത് ഒരുപാട് വ്യൂവേഴ്സ് നമുക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് വളരെ സക്സസ്ഫുൾ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഓൺലൈൻ ഓണാഘോഷ പരിപാടി. ഈ പ്രാവശ്യം നമുക്ക് അറിയാം, കോവിഡ് റെസ്ട്രിക്ഷൻസ് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പരിപാടികൾ, ഇന്ന് നടക്കുന്ന എല്ലാ ആഘോഷ പരിപാടികളും നമ്മൾ റെക്കോർഡഡ് ആയിട്ട് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും M.A.U.K അവതരിപ്പിക്കുന്ന ഓണം ഫെസ്റ്റ് 2021 ഈ നിറമാർന്ന ആഘോഷ വിരുന്നിലേക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അപ്പം താങ്ക് യു. അപ്പം എല്ലാവരും ഓണസദ്യ കഴിച്ചിട്ട് എല്ലാവരും ഹാപ്പി അല്ലേ? കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ ഒത്തുകൂടി ഓണസദ്യ കഴിച്ചു. നമുക്കിനി ഓണാഘോഷ പരിപാടികളാണ് അല്ലെ. അപ്പൊ ഓണാഘോഷ പരിപാടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഓണത്തെ പറ്റി 2 വാക്ക് പറയണ്ടേ അല്ലെ? എന്നാലല്ലേ അതല്ലേ അതിന്റെ ഒരു രീതി. അപ്പൊ നമുക്ക് എന്തായാലും ഓണത്തെ പറ്റി 2 വാക്ക്. നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുമെന്ന്. ജസ്റ്റ് ഒരു രണ്ട് കാര്യം. ഒന്ന്, നമ്മുടെ ഓണക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ എന്താല്ലേ, നമ്മൾ പണ്ടൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യം, പണ്ടത്തെ ഓണം അല്ലെ, നമ്മുടെ നാട്ടിലായിരുന്നപ്പോൾ ഉള്ളൊരു ഓണം. അതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓടിയെത്തുന്നത് വിളഞ്ഞു നിൽക്കുന്ന നല്ല നെൽപ്പാടങ്ങൾ അല്ലെ. ആഹാ, എന്തൊരു ഭംഗി. അതുപോലെ പൂത്തു നിൽക്കുന്ന മുക്കുറ്റി, തുമ്പ, പറക്കുന്ന ഓണത്തുമ്പികൾ, അങ്ങനെ ഒരുപാട് ഓർമ്മകളാണ് നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യമായിട്ട് ഓടി വരുന്നത് ഈ ഓണക്കാലം എന്നൊക്കെ പറയുമ്പോൾ. അപ്പം അങ്ങനെ ഒരു പൊന്നോണം കൂടി നമ്മളിത് ആഘോഷിക്കുകയാണ്. അപ്പൊ പൂവിളിയും പൂക്കളവും പുലികളിയും ഒക്കെയായി മാവേലി തമ്പുരാന്റെ ആ നല്ല നാളിന്റെ മധുരസ്മരണകൾ ആഘോഷിക്കുന്ന ഈ പൊന്നോണം നിങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞതാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അപ്പോ റെഡി അല്ലേ? നമുക്ക് അപ്പൊ ഓണ പരിപാടിയിലേക്ക് കടക്കാം. റെഡി? യെസ്, താങ്ക് യു. അപ്പൊ ഓണക്കാലത്ത് നമ്മൾ ആരെയാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്നത്? യെസ്, ഡെഫിനറ്റ്ലി. അപ്പോ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന വിശിഷ്ട അതിഥിയാണ് നമ്മുടെ മാവേലി തമ്പുരാൻ. അപ്പൊ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, നമ്മുടെ മാവേലി തമ്പുരാൻ ഇവിടെയും എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും നിറഞ്ഞ കയ്യടിയോടെ നമ്മുടെ മാവേലി തമ്പുരാനെ നമുക്ക് വരവേൽക്കാം. യെസ്, സോ ലെറ്റ്സ് വെൽക്കം അവർ മാവേലി തമ്പുരാൻ.
അടുത്തതായി ഭദ്രദീപം തെളിയിക്കാനായി M.A.U.K വൈസ് ചെയർപേഴ്സൺ അജയ് ഗംഗാധരൻ, പ്രോഗ്രാം കോർഡിനേറ്റർ അശ്വതി ശശിധരൻ, ബോർഡ് മെമ്പർ സുഭാഷ് വിശ്വനാഥൻ എന്നിവരെ ഞാൻ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി കേരളത്തിലെ വനിതകളുടെ തനത് കലാരൂപമായ തിരുവാതിര കളിയാണ്. തിരുവാതിര is a traditional dance performed in Kerala, and this Tiruvadira Kali is choreographed by Deepa Sajiv and coordinated by Jocelyn Anthony. So, Tiruvadira Kali is performed by Jyotilakshmi Mahesh, Navami Nair, Jijimol Gopalan, Sheena Nair, Harishree Satish Kumar, Lakshmi Menon, Sudha Gentle, and Razia Uman. So let's all watch and enjoy the Tiruvadira Kali. ഇൻപമോടെ ഗജമുഖനും നൻ തുമ്പമാല അണിഞ്ഞും കൊണ്ടേ വണങ്ങുന്നേ വണങ്ങുന്നേ സുന്ദരി മാർമണി ബാണ നന്ദിനിയും സഖി വൃന്ദ വൃന്ദമോടു ഒത്തു ചേർന്നു ഭംഗി
ബന്ധുരഗാത്രമൂലഞ്ഞു വരഞ്ഞതു കണ്ട നേരം തോഴി അന്തിക ശ്രീമണി എന്നു വിളക്കി ഉരച്ചിദേവം താത്തേതേ സുന്ദരി മാർമണി ബാണ നന്ദിനിയും സഖി വൃന്ദമോടു ഒത്തു ചേർന്നു ഭംഗിയോടെ താത്തേതേ അമ്പിളിയോടാറാടിയും തമ്പുരാന്റെ മേനി അൻപിനോടടുത്തു വീണ്ടും അംബിക ഭവാനെ വഴികൊടങ്ങൊരു കൂറത്തി തന്നെ വള്ളുവനായി ചമഞ്ഞു വഴികളോടേറ്റം പലവും തന്നെ പാർവതിന ചമഞ്ഞു ചന്ദ്രമേറും കൂന്തലതിൽ ചേർച്ചയിൽ തിരുകി ബന്ധുരാങ്കി ചേർത്തു മീഴി അഞ്ജനമഴകിൽ കാതിലൊലയും കഴുത്തിൽ മലയും കാവിമലയണിഞ്ഞു കളമൊഴികയിൽ കിളിയും ശങ്കരൻ വളകൾ കങ്കണം ചാർത്തി ചിത്രമഭൂചിത്രം ദേവിമാരെ ചിത്രജമോഹന ഗാത്രിമാരെ ഇത്ര ലോകത്തിങ്കൽ ഇത്ര നന്നായിട്ടൊരു ഉദ്യാനമില്ലെന്നും തീർത്തു ചൊല്ലാം ഉദ്യാനമില്ലെന്നും തീർത്തു ചൊല്ലാം ഉദ്യാനമില്ലെന്നും തീർത്തു ചൊല്ലാം ആരു നീ മനോഹരാങ്കി ചാരുശീലേ ബാലെ ചൊല്ല് ആരുടെയ പുത്രിയെയും പ്രാണനാകുന്നു എന്തു മൂലം ഘോരമാകും ഈ മനസ്സിൽ നിജനീയം താന്തമായി കിടന്നീ വണ്ണം ശോധനം ചെയ്ത് ഇത്തരം തരുണിയുടെ വാക്യങ്ങളെ കേട്ട നേരം സത്വരമെഴുന്നേറ്റവൾ വണങ്ങി ചൊന്നാൻ മാമുനീന്ദ്ര കേൾക്ക ഭാവ എന്നുടയ വൃത്താന്തങ്ങൾ ജനകഭൂപതിയുടെ സുതയല്ലോ ഞാൻ തെയ്തത്താദിത്തെ താരാദിത്തേതോം തെയ്തത്താദിത്തെ താരാദിത്തേതോം തെയ്തത്താദിത്തെ താരാദിത്തേതോം തെയ്തത്താദിത്തെ താരാദിത്തേതോം ഭുവനീശ ഭൂതനാഥ ശബരീഗിരി വാസുദേവ പന്തള രാജകുമാര ദേവ നിത്യജയ മംഗളം മംഗളം. Thank you all for that wonderful performance. അടുത്തതായി ഒരു സോളോ സോങ് ആണ്. അതിനായി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ സ്വന്തം ഹരികുമാർ നായർ. Let's put our hands together for Hari, please. Check, check, check. Ah. फिर भी मेरा मन प्यासा, फिर भी मेरा मन प्यासा. मेरे नैना सावन भादो
फिर भी मेरा मन प्यासा, फिर भी मेरा मन प्यासा। ये दिल दीवाने खेल है क्या जाने, दर्द भरा ये गीत कहाँ से इन होठों पे आए, दूर कहीं ले जाए। भूल गया क्या भूल के भी है मुझको याद जरा सा, फिर भी मेरा मन प्यासा। बात पुरानी है, एक कहानी है, अब सोचूं तुम्हें याद नहीं है, अब सोचो नहीं भूले रुत आए रुत जाए देखकर झूठा एक दिलासा, फिर भी मेरा मन प्यासा। बरसों बीत गए हमको मिले बिछड़े, बिछुरी बनकर गगन पे चौकी, बीत समय की रेखा संग आंखें मिछोली खेले, आशा और निराशा, फिर भी मेरा मन प्यासा। मेरे नैना सावन भादो, फिर भी मेरा मन प्यासा, फिर भी मेरा मन प्यासा, फिर भी मेरा मन प्यासा। थैंक यू।
താങ്ക് യു സോ മച്ച് ഹരി ഫോർ ദാറ്റ് ലവ്ലി സോങ്. ഇനി നമുക്കൊരു സെമി ക്ലാസിക്കൽ ഡാൻസ് പെർഫോമൻസ് കാണാം. പെർഫോമൻസിന് വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പാർവതി മേനൻ. So let's put our hands together for Parvati Menon. Thank you. പൂരങ്ങട പൂരമുള്ളൊരു നാട് നമ്മുടെ നാട്. ഓണത്തിന് പുലിയിറങ്ങണൊരു ഊര് നമ്മുടെ ഊര്. ഇപ്പറഞ്ഞ നാടിന് കരയേഴുമൊട്ടുക്ക് പേര്. കാണണമെങ്കി കാണണം കടി ശിവപേരൂര്. നാടിനൊത്ത നടുവില് പച്ചക്കൊട പിടിക്കണ കാട്. വട്ടത്തില് കൂടുവാൻ അവിടെടവുമുണ്ടൊരുപാട്. തേക്കിൻകാട് തേക്കിൻകാടെന്ന് പറഞ്ഞു പോരണ പേര്. കൂടണമെങ്കി കൂടണം കടി ശിവപേരൂര്. കാന്തേ നീയും പോര് തൃശിവ പേരു പൂരം കാണാൻ. കാന്തേ നീയും പോര് തൃശിവ പേരു പൂരം കാണാൻ. Thank you, Parvati. That was an amazing performance. Okay, അതിനിടയിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ഇവിടെ ഒരു സാരി കൗണ്ടർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ചിലതൊക്കെ നിയർലി യൂസ്ഡ് ആണ്, ചിലതൊക്കെ വളരെ ന്യൂ ആണ്. അപ്പം അതിൽ ഒരു സാരി നമ്മൾ ഓപ്ഷന് വെച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ ലൈക്ക് ബാർഗെയിൻ ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. സോ പ്ലീസ് ഡു വിസിറ്റ് ദം. ആൻഡ് ഇതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് നമ്മൾ M.A.U.K ചാരിറ്റിയിലോട്ടാണ് പോകുന്നത്. സോ പ്ലീസ് ഡു വിസിറ്റ് ദം ആൻഡ് get nice and clothes. Okay, so നമുക്ക് അടുത്തതായിട്ട് ഇനി ഒരു പാട്ടാണ് വീണ്ടും വരുന്നത്. അതിനായിട്ട് ഞാൻ again I invite Harikumar Nair on the stage. So let's please invite Hari on the stage. ആരാധ്യപാദുകം ഹരിവിമർദ്ദനം. ചെക്ക് ചെക്ക്, ക്ഷമിക്കണം, ഞാൻ അറിഞ്ഞില്ല അടുത്താണ് എൻ്റെ ആളെന്ന്. പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പൊൻവെയിൽ നീരാടും നേരം പൂക്കണ്ണുമാ നിൽക്കുന്നുവോ തീര
തീരത്തെ മന്ദാരം കാറ്റിൻ തൈലഗന്ധം നീറ്റിൽ പൊന്നു ചന്തം പൊയ്കയിൽ കുളിപ്പൊയ്കയിൽ പൊൻവെയിൽ നീരാടും നേരം പൂന്തിരകൾ പൂശി നിന്നെ പുഷ്പധൂളി സൗരഭം പാൽത്തിരകൾ ചാർത്തി നിന്നെ മുത്തുകോർത്ത് നോപുരം വെണ്ണുരമയിൽ ചന്ദന ചാത്താൾ നീ ദേവനന്ദിനി ഈ തീരഭൂമിയിൽ തേരേറി വന്നുവോ തേടുന്നതാരെയോ പൊയ്കയിൽ കുളിപ്പൊയ്കയിൽ പൊൻവെയിൽ നീരാടും നേരം സ്നാനകേളി ലോലയായി നീ താണുയർന്നു നീന്തവേ കാതരേ നിൻ മാറുലഞ്ഞു താമരപ്പൂ മൊട്ടുപോ കൽപ്പടവേറി നിൽപ്പതെന്തേ നീ ഏതു ശില്പിയെ തേടുന്ന ചാരുത നീ ഏതു ലൗകിക സൗന്ദര്യ ദേവത പൊയ്കയിൽ കുളിർപ്പൊയ്കയിൽ പൊൻവെയിൽ നീരാടും നേരം പൂക്കണ്ണുമാ നിൽക്കുന്നുവോ തീരത്തെ മന്ദാരം കാറ്റിൻ തൈലഗന്ധം നീറ്റിൽ പൊന്നു ചന്തം പൊയ്കയിൽ കുളിർപ്പൊയ്കയിൽ പൊൻവെയിൽ നീരാടും നേരം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വൺസ് അഗെയിൻ ഹരി. അടുത്തതായി M.A.U.K ചെയർപേഴ്സൺ ശ്രീജിത്ത് ശ്രീധരനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീജിത്ത്, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. താങ്ക് യു ദൃഷ്ടി. ഞാൻ ആദ്യമായി മലയാളത്തിൽ ഒരു അപ്പോളജിയാണ്. വളരെയധികം ഖേദമുണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിൽ ഈ ഒരു ഓണാഘോഷം നടക്കാതിരുന്നത്.
നമ്മളിത് ലൈവായിട്ട് ഫേസ്ബുക്കിൽ കൂടാതെ മറ്റ് കലാരൂപങ്ങൾ ഇവിടെ ഈ സ്ക്രീനിലൊക്കെ കാണിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ആദ്യമേ പറയുകയാണ്, M.A.U.Kയുടെ ആ ഒരു ഓർഗനൈസേഷൻ സ്കിൽസിൻ്റെ ലെവല് ഇന്ന് എത്തിയില്ല. അതിന് ഞാൻ ആദ്യമായി നിങ്ങളുടെ അടുത്ത്, മലയാളികളുടെ അടുത്ത്, നമ്മുടെ മെമ്പേഴ്സിനടുത്ത് മാപ്പ് പറയുകയാണ്. We will learn from our lessons, mistakes, and we will actually rectify it. ഇത് മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ പറ്റത്തുള്ളൂ. സോ എനിവേ, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ അസോസിയേഷൻ്റെ ഓണപരിപാടി ഈ ഒരു വേദിയിൽ വെച്ച് നമ്മൾ സ്ഥിരം ഒരു ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. ഇത്തവണ നമ്മുടെ ഗസ്റ്റ് മറ്റാരുമല്ല, East Ham MP Stephen Timms ആണ്. So I welcome Mr. Stephen Timms to the stage. And also I would like to invite M.A.U.K's Secretary Anil Kumar Edavana. Please come on stage. Thank you, Stephen. I'm going to ask Anil to say a few words, and then perhaps you could address the crowd. I was just explaining to them, we were supposed to go live on Facebook. Last year we done the same and we had really good audience. Today we thought we'll do a hybrid thing, basically some audiences here and then the rest online. It didn't work out, so we're going to do a recorded version of this. We're going to broadcast it tomorrow. So that's what the situation is. I'm just going to pass the mic on to Anil. Just a few words. Good evening, everyone. Honorable MP Stephen Timms. Please accept my apology. I'm speaking in my language. Malayali Association of UK-യുടെ അംഗങ്ങളെ, സുഹൃത്തുക്കളെ, M.A.U.Kയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് ഓണം സെലിബ്രേഷൻസ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഒരു കാര്യവും മാറ്റിവെച്ചിട്ടില്ല. നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ സർവീസുകളും കോവിഡ് കാലത്തും നിർബാധം നമ്മൾ തുറന്നു പോയിക്കൊണ്ടിരുന്നു. സമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ഒരു സംഘടനയുടെ ഉത്തരവാദിത്തോടുകൂടി ഞങ്ങൾ ചെയ്തിരുന്നു. അതിന് പിന്തുണ നൽകിയ അംഗങ്ങൾക്ക് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. അതോടൊപ്പം ഈ ആഘോഷവേദിയിൽ നിങ്ങൾ എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും M.A.U.Kയുടെ പേരിൽ നന്ദി പറയുന്നു. എല്ലാവർക്കും ഓണാഘോഷം. Well, friends, Sorgadam, got that right? Thank you very much for inviting me. Delighted to be here this evening and to have the opportunity to wish everybody a great celebration here at the Trinity Centre, and all best wishes for the year ahead as well. And thank you for including me in this event. I think Unmesh Desai is planning to join us as well this evening. We all know we've had a terrible year and a half. The pandemic has caused huge hardship to many, many people in our community and many, many people across the world. And we're not at the end of it yet. The problems are going to still be with us for a while. On Thursday, I had the opportunity to welcome to East Ham representatives of the commission set up by the Archbishop of Canterbury and the Archbishop of York to look at families and households in the UK. It's called the Archbishop's Commission on Families and Households. And I invited them to Newham to have a look at how we've been doing, how families in this area have been doing, to meet some families, meet representatives of community organisations, and I was delighted that Srijith was there. I was also very pleased that we were able to enjoy a lunch made by Sam and the group of volunteers that he leads every week at the Well Community Centre in East Ham. It was a fantastic lunch. But I wanted them just to come and look, first of all, to see how hard things have been in our community over these last 18 months, and to understand how much problems many people in our community have had to deal with over this time. Lots of people in the Malayali community are in the category of no recourse to public funds. So they were hard-working, law-abiding families. Their jobs stopped because of the lockdown, and they weren't able to claim any benefits at all. And so people were completely thrown onto organisations like M.A.U.K, onto food banks and other support
that was set up in the community. So I wanted the Commission to see how hard things have been for people in our community, but I also wanted them to see the resilience of our community, because our community has risen to the challenge of the last 18 months in a I think, a really impressive way. I've taken a lot of pride as the representative in Parliament of this community to see how the community has risen to the challenge. And M.A.U.K has played a really important part in that. I visited a couple of times, I think, the food bank that you organised in the High Street. Hundreds of people depended on that at the worst time in the pandemic. But lots of other organisations, churches, mosques, temples, people have played their part. And I think we have been able to get people through the worst of it, yes, facing a lot of hardship, but on the whole, getting the support that they needed, at least to make it through in one piece. Lots of families have had to deal with very inadequate housing over this period. I know, as I'm sure you do, families, mum, dad, 5 children in a 1 or a 2-bedroom council flat, all of them at home the whole time, trying to do their homework online, and goodness knows how hard that was. So we need to learn the lessons, I think, from the future. And as at this celebration, we think about the prospects for the year ahead, what I hope we'll do is all of us continue to work together so that increasingly our community becomes the kind of community that we all want to be part of. I'm proud of what the community has achieved. I pay tribute to the work of Srijith and everyone at M.A.U.K and the committee and everyone who's involved at Kerala House in all the work that you do. Thank you on behalf of our whole community for the contribution, the really important contribution that you've been making, and all the best for the year ahead. Thank you very much. Thank you. Thank you, Mr. Timms. Can I just ask you to stay on stage for a few more minutes? As in every year, we actually give out a volunteer award for the... well, we have an army of volunteers. In fact, most of our work is done by the volunteers themselves. And so we've been doing it since 2007, I believe. And this year, we are giving this award to someone who's helped us immensely to set up the initial COVID response. As you visited, we had Tatugada, the shop there. We run our food bank from there. And the Tatugada team has been amazing in the initial stages, helping us to, well, first and foremost, letting us use the restaurant to do whatever we want to help the community. And plus all the staff, his family members, and every one of them played a key role in the days when we were all not sure what we were doing. We were just going by, playing it by ear. So, yeah. So the board has decided, normally we give it to an individual. So this time round, we are giving it to a team. So I would like to invite anyone from Tatugada. I believe Biju is here to retrieve this trophy on behalf of Team Tatugada. Biju, if you're here, please come on stage. Right, he was here. I think he's done a typical Malayali disappearing act. It's just that, when you do that, you get his name announced again and again. So, sorry, Unmesh, I didn't see you there. Please come on stage, join us on stage. This is Unmesh Desai. Most of you guys gathered here knows him. He's the assembly member for City and East London. I've got it right here. And a very good friend of M.A.U.K. We've known him for the last 30 years or so. He's been supporting M.A.U.K. Thank you for your support. What I'm going to do is I'm going to ask Unmesh to speak a few words. In the meantime, I'll try and find if anyone from Tatugada is here. So Unmesh, please. Thank you, Srijith.
Friends, brothers, sisters, members of the association, it's always a pleasure to be here with the M.A.U.K family. I first came across M.A.U.K, about 20 years ago, 25 years ago, and I still say that the best event ever at East Ham Town Hall, as the old chief executive, Dave Burbage, said, was the event that M.A.U.K organized, the Kerala Weekend, Experience Kerala. The memories of the weekend are still fresh in my mind. Absolutely well organized, the community at its best, organizing for itself with some assistance from the council. I should also say that the M.A.U.K's work was recognized recently at a COVID awards ceremony at Impressions in West Ham. And I'm really pleased that the organizers had heard about the work that M.A.U.K had done during the last 18 months of lockdown, which of course was a terrible time for everyone. I just hope we don't have to have another lockdown. I don't think the economy can afford another lockdown. I know of so many small businesses, and I'm sure you got your own experiences, who have suffered so badly. Some won't reopen, sadly. Part of my job at City Hall, representing you, is to fight for more investment in East London. And I know that Sadiq Khan has made that his priority as well. Let's Do London is one of his major campaigns to attract tourism back into London, both domestic and international. So the work goes on. But it's only by working with organizations like M.A.U.K. And I think the message here, where is it gone? Oneness. Celebrating the spirit of oneness in the UK for over, 50 years is such a relevant message. It's by being together as one community that we will succeed when, the other thing about COVID, someone once said that there's no such thing as family or society. I think during COVID, organizations like M.A.U.K actually demonstrated that there is such a thing as society, and society at its best is expressed through the work of M.A.U.K and the people in this room. So congratulations. I'm proud to be a supporter of M.A.U.K. Thank you, Mesh, if you could just stay with us. I'm going to go back to the volunteer award again. I forgot to mention, this award is actually named the Girija Nair Volunteer Award. Girija Auntie, as we call her, has always touched her life. I think everyone, or most of the people in this room, at least all the directors, have first-hand experience of her work. So this award, Girija Nair, M.A.U.K Girija Nair Award, for the year 2021 is presented to Team Tattagada. I believe Vaibhav is here. Vaibhav, come on stage, please. Biju, please come on stage. Thank you. Biju just said he wants the directors to share the appreciation he just received. I must say, like I said earlier on, we had no clue what we were doing. We didn't know what was going on. We were just up in the morning, running around for food, doing shopping, and we had an amazing team. And, it's really heartwarming to work with such great people. And thank you, Biju. Thank you, Vaibhav. And of course, all our directors, yes. Moving on, we were also in the past introduced something called an Inspirational Individual Award. So it's basically, this award is given to someone who actually, someone from within our community, or someone who's actually done outstanding work, which has actually inspired people, or which has brought recognition to our community. And I still remember the first day of when we started the food bank. I had a call from someone by the name of Ajita. She's a member and a volunteer, and said, would you guys like to do, we've got some spare food, would you like to distribute that to the students? Because there was an issue with students not being able to access food at that time. So we started off with 30 people. And on May 19th, I believe, we ended up with feeding 664 people from the Malayali Association, managed to feed 664 people from Tattagada. Now, it all started with a phone call from Ajita. And I'm glad that Ajita's here with us. She's the
I believe she's still in this position. I believe she's the head of New Homeless Unit, and she has received an award from Her Majesty the Queen herself. She is BEM, so it's British Empire Medal. She's a winner of British Empire Medal, and I am glad to welcome her on the stage to receive our inspirational award. I know compared to the award you received, this means nothing, but thank you for that phone call, and that's what we've actually distributed over 25,000 food kits since then. Since that first phone call, we've distributed over 25,000 food kits, and it's all down to that phone call from Ajita. And thank you. There we go. Oh my days, thank you. Oneness, please come. Can you put your hands together, please? Thank you. Ajita is also involved with the M.A.U.K Women's Forum, and she'll be doing a presentation later on. I'm eagerly waiting for that. Thank you. Can I just ask the award winnees to take your seats, please, yeah? And Unmesh and Stephen, please stay on stage. I would like to introduce the next two, not guest volunteers of M.A.U.K. Previn and Rolf, please come on stage. And I'll leave it to Previn to let you know what this is about. We did have a slideshow to go with this, but unfortunately, it's not working. Technical issues. That's a very good term for failure. Anyway, so we had some technical issues, so we won't. Please come on stage, guys. So we won't be able to play that here today, but tomorrow, when we broadcast this recorded program, it will be included in that. Thank you. Previn, please let them know what we are planning next. Thank you. എന്താണ് ഒരു മലയാളി എന്ന് പറഞ്ഞാൽ? ഞാനൊരു മലയാളി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? What does it mean to be a Keralite? What does it mean to be a Malayali? So these were the questions. I was born in Kerala, in my mind, since childhood. I grew up, traveled the world. But I started to get more answers when I met this gentleman. He's done a lot of work capturing the temple histories, art, culture, tradition of Kerala, and put that in the British Library's archives. He will tell more about that. But yeah, meeting Rolf helped me to understand about my own culture a lot. So this idea we discussed with Srijit has now flowering and it's coming to shape. And what we are looking to do is a project called Kerala Roots. We're looking to find out who are we as a culture? What is special about Kerala culture? Not as opposed to other communities, but what is unique? What makes us us? So we have lots of ideas of what we should do to bring out our own art, music, culture out. But we also want your support to create a project. We are planning to apply for funds with lottery, heritage funds. Lottery, as you know, has lots of money. So they provide grants, and these grants are available for us to do community projects. So the key idea is to bring in cohesion, a sense of belongingness, community. Like you enjoyed the dance and the music today. How fun was it, right? But you don't see it anywhere. Nobody supports it to really grow. Even the cooking was so hard. You said, you apologized at the beginning. It's not easy because we don't have enough good cooks. We need to invest money or time into training people in cooking, learning all these things. So we have lots of ideas to invest into these projects, and for which we are going to get a grant. The third thing is, we also want to put on these stories of all the people who reached UK for the last 50, 60, 80 years from different parts of the world into a digital place. Archive it with the help of people like Rolf, so that
the future generations have some record of the struggles, the challenges faced by our forefathers, or even the elder generation, younger generation who are living with us. So these are the ideas. Do you like it? Okay, so that's great. Thank you so much. I would like to, just one more announcement in conjunction with Srijit. I would say we really need people to give us ideas on creating logos, powerful, impactful logos for our brand, Kerala Roots. Yeah, so please help us come with idea. If you are able to give people prize money, Srijit, please announce it before we finish today. Let me give the mic to Rolf. Rolf is a defender of everything I just said. He defends my own culture more than I have ever known. So let me introduce you. He's a very energetic, very knowledgeable man. He will talk about himself. All the best. Yeah, namaskaram. Thank you very much for inviting us here. It's really a pleasure for both of us to be here today, and it's the first time in this wonderful environment that I never had a Onam Satya here in Eastham, so it's really a good experience, and we will come again. I think Praveen said everything. We are going to start a project called Kerala Roots, and at the core of this project should be that we interview people from Kerala who made the journey many, many years back from Kerala to London or to the UK, or from Singapore to the UK. But it's also about the next generation, the second generation and the third generation. And we would like to train a group of young people to be able to interview these people who have this experience and to document it and to film it and also to present it in an exhibition. That's what we want to do. So I'm very happy that the leadership from M.A.U.K. and this project has invited me to work as a consultant for this project. So I'm very happy to be here. So as said before, I'm maybe an old friend from Kerala. I lived in Kerala for a while in the 90s, and we recorded the traditional temple arts of Kerala, and we have about 400 hours of material which is still not explored today. And also presently I started working with a small community organization in Jaraturuti called the Vaili, who are exploring the old traditions along the river Nila, which is the Bharadapura river in this area. And I also work with the Mappila community in northern Kerala. So I think all these traditions have also traveled to London, and we would like to explore this in this project. So as Praveen said, we are applying for money from the Heritage Lottery Fund. I think money is only one thing. I think most important is that many people get excited about this project, And I have been working on many oral history projects and many exhibition projects, but I think the most important thing is that people get involved, and so I would invite you all to participate in this project, and hopefully we can work together. I promise it will be fun. Thank you very much, and happy Onam. Thank you, Rolf. Just one thing about Rolf. He's actually got the largest collection of Kerala temple musical instruments outside of Kerala. And at the same time, he's done a project in Iran. I don't know where he's coming from. So anyway, I know we've been going on for too long. Just before we say bye to you guys, I just want to invite Ajita back on stage for a quick few words. Thank you. Thank you. I promise not to take any of your time. This was really unexpected, so it's an opportunity to say thank you to M.A.U.K. As Srijit said, during the lockdown when we had the directive from the ministry to bring everybody in, so I work with the rough sleepers, by the way. It's my job to make sure that we bring all of the rough sleepers away from the streets and into accommodation, and then look at positive and sustainable move on for them. So that's the kind of work I do.
And in order to do that, of course, we need the council, we need the ministry, but we also need voluntary groups, third sector voluntary groups that are embedded in the council. So we closed the Stratford M.A.U., for those of you who know that. It's the only M.A.U. throughout London and UK that I know is open 24/7. So during the pandemic, we were able to close that under the public health order, and which meant that within 2 weeks, we were able to accommodate over 300 people. Now, these 300 people had accommodation, but they also needed food. And during that pandemic, a lot of people suffered financially, which was, that Srijit mentioned, students. They had nowhere to turn. So because of, we had to close spaces where there were loads of people sleeping together and put them into individual accommodation, we closed a couple of our hostels, and they had to, as I said, go into individual space. So the food supply that was going there needed to go somewhere else. And I had to think quickly on my feet as to who would do this. And I'd seen a flyer from M.A.U.K. That was being sent around in WhatsApp groups, saying they were supporting families at home and also aunties and uncles that were on their own. And they were literally going out and doing shopping for them. Now, all of these guys, as far as I know, work, they have families. But they were going out of their way to make that happen. So I rang Srijit, as he said, and he was actually in Tesco's doing a few shopping. And I asked him whether he could take the food supply, and I knew he would be able to do something with it. His leadership, with the support of the rest of the directors and everyone that helps here, has just been phenomenal. So he came that day. I helped him pack up his car that was already half full with all the aunties shopping, and we've never looked back. During that unprecedented time, during that time when we didn't really know what COVID was going to do, they came out. They came out, they were packing food. They let people come and take food with dignity. They catered for as many people as they could and their dietary requirements. And it wasn't just for the Malayali community, it was open to everybody. As we said earlier, it's an all-inclusive community. So as I've got this award, I think all of us here should give a big, big support to the M.A.U.K. for doing what they did. Thank you. Thank you. Thank you, Ajita, for the kind words. I think we've talked enough. Just before I go, can I just thank all our sponsors? They've been phenomenal. That's all I'm saying. Every time we needed money for a special, like for example, when we done the Christmas special food distribution, Lawyers just stepped up. Likewise, Soil Property Services. Actually, Lawyers is our main sponsor. They give us a monthly sum for our charitable work. I hope Francis is here. He was here earlier on for the Sadhya. So thank you, Francis and his team. Anil, Sheba, and of Soyam. Rajulesh, are you here? Rajulesh, if you're here, please. He was here with us earlier on. Rajulesh of Study Link. You guys met Tattagada, Biju. Prayag of Solangi Chemist, and Shashi of Neil Remit and Neil Travel and Tours. Thank you all for your continued support, especially during this COVID when people were really struggling and we had no one to turn to for help, and especially financial help. You guys step forward. Thank you. And once again, I thank all of M.A.U.K's members, volunteers for making the food bank function. Like, yes, നാല് സൈഡിൽ നിന്നും ബാക്ലേസ് എന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല. ബാക്ലേസ് ഒരു ബാങ്കാണ്. Anyway, before I go, my final thanks goes out to the staff of East London branches of Barclays. Especially, I believe they are over there. Just goes away, please, guys. They've actually came to our food bank and helped us serve the food during the pandemic. And they've raised a lot of money for us through their branch collections and through Barclays match funding, and that's where most of our funding in the last 10 years came from. So thank you guys for your continued support. On that note, I am going to leave this boring speech behind, and you guys can enjoy some more brilliant cultural programs. Thank you. Thank you all once again. Thank you, Unmesh, Rolf, and Mr. Timms. Thank you. One more thing, it was Unmesh and Rolf who actually gave reference for our heritage project, so thank you for that as well.
And obviously we'll be meeting again throughout this project. Thank you. Thank you all for making this event a memorable one. ഇനി നമുക്ക് അടുത്ത കലാപരിപാടിയിലേക്ക് കടക്കാം. അടുത്തതൊരു ക്ലാസിക്കൽ ഡാൻസ് ആണ്. കേരളത്തിന്റെ തനത് ലാസ്യ നൃത്ത കലാരൂപമാണ് മോഹിനിയാട്ടം. സോ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഒരു മോഹിനിയാട്ടം ആസ്വദിക്കാം. നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ വരുന്നത് പ്രീത സുകേഷ്. സോ ലെറ്റ്സ് വെൽക്കം പ്രീത ഓൺ ടു ദ സ്റ്റേജ്. ലെറ്റ്സ് പുട്ട് our hands together for Preeta. जलज बंधु है जलधि अणयुन्नु जलज बंधु है जलधि बंधुभूमि है जलधि हणयुन्नु मलय मारुदमेटु मम मनमदिदराम्बद विवशमायि सखि मलय मारुदमेटु मम विवशमायि सखी अलर्शर परितापं चोल्वदिन्नळिवेणि फणिबाले बाले
വളരുന്നു ഹൃദി മോഹം എന്നോ മലേ വളരുന്നു ഹൃദി മോഹം എന്നോ മലേ തളരുന്നു മമ ദേഹം വളരുന്നു ഹൃദി മോഹം എന്നോ മലേ തളരുന്നു മമ ദേഹം കള മൊഴി കുസുമ വാടിക അതിലുളവായോ കുസുമ വാടിക അതിലുളവായോ കുസുമ വാടിക അതിലുളവായോരളികുലാരവമതിഹ കേൾപ്പതുമധികമാധി നിദാനമയി സഖി കുസുമ വാടിക അതിലുളവായോരളികുലാരവമതിഹ കേൾപ്പതുമധികമാധി നിദാനമയി സഖി അലർശര പരിതാപം ചൊൽവ Thank you, Preeta, for that mesmerizing performance. So next we have a dance drama. Dance with difference. It's going to tell us a story through a dance drama. Hope you appreciate the efforts of the performers. This idea has been conceived after many discussions happened within the Women's Forum. There will be a short presentation after the dance drama about the topic. And this is performed by Preena Jayan and Jyoti Lakshmi Mahesh. So let's put our hands together for both Preena and Jyoti. Thank you.
Come on now, follow my lead. Come on now, follow my lead. I'm in love with your body. नन्दितमेदिनि विश्वविनोदिनि नन्दनुते गिरिवरविन्द्यशिरोधिनि वासिनि विष्णुविलासिनि जिष्णुनुते भगवति हेशिति कण्ठकुटुम्बिनि भूरि कुटुम्बिनि भूरि कृते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते सुरवरवर्षिणि दुर्धरधर्षिणि दुर्मुखमर्षिणि हर्षरते त्रिभुवनपोषिणि शङ्करतोषिणि कल्मषमोषिणि घोषरते तनुजनिरोषिणि दितिसुतरोषिणि दुर्मदशोषिणि सिन्धुसुते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि
कदम्ब कदम्बवन प्रियवासिनि हासरते शिखरि शिरोमणि तुङ्ग हिमालय शृङ्ग निजालय मध्यगते मधु मधुरे मधुकैटभगञ्जिनि कैटभभञ्जिनि रासरते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते Thank you so much, Yodi and Prina Chichi. You have done an incredible job. That was such a powerful dance. They have exceeded my expectation. When I choreographed this dance drama, I did not think it would be this beautifully portrayed by these two amazing dancers. Hope we have exceeded in conveying the message to everyone. I would like to say a big thank you to Ajita Chichi, who has been a great support to put this together, along with Ashwati Joy. Thank you so much. So, Chichi, what is dowry? How did it come to be? Yeah. What is dowry? Before we do that, I just want to say we did have a PowerPoint presentation prepared. And in that, what I wanted to show was 3 powerful images, which sadly, not sure if it's coming. Looks like something's working. So there's some technical issues. But again, thank you to Prina and Jodi at last minute for putting this together. Are we waiting for the images, or would you like us to proceed? Let's start, Chichi. So what is dowry, Chichi? Before we go on to that, I wanted to dedicate the performance today to, as you've realized, it's about dowry. It's about dowry system in Kerala, and it was a very short dance to portray that. In June, 21st of June, we lost a young lady in Kerala called Vismaya. I think you guys have probably heard about her. She committed suicide, that's what they're saying, because of the pressures that she faced from her husband and family because of dowry issues. The very next day, 2 other young ladies lost their lives. A 19-year-old Sujitra, who was also found dead apparently the very next day, because her mum actually rang her after Wismaya's death and asked her not to do anything, harsh. And so her mum believes it wasn't Sujitra's doing of her own. The same day, the very next day, we lost in Kerala another sister called Archana. The difference here is that she actually chose her life partner, but after 3 months, her in-laws started demanding more and more money, which her family couldn't deliver. So there are many Vismayas, Sujitras, and Archanas, and faceless people that we don't see, but they go through this. So that's shocking, Chichi. That's so sad, and that they had a love marriage. So that's shocking, Chichi. Yeah. So you asked me what dowry is. So Shola and I are not experts in this, and I think everyone knows what dowry really is. But I did ask my daughter, and she said, "Isn't that when you sell girls?" And I said, "Well, might be, pretty much is." And my niece doesn't even know anything about it. So it's just about awareness that Shola and I, and through the dance, we want to try and create today. So paying and accepting dowry is a century-old ritual that happened and unfortunately still happens now. Property or valuable security or bonds is given. It's either guaranteed, Shola, before the wedding or during the wedding, and is given either afterwards as well. Usually it's the bride's side that would give the groom the dowry, and this can be gifts, gold, jewelry, land, and even family businesses that they might have bought up together. So it's given to girls really as a safeguarding to look after their daughters, and in future, if anything happened to the husband, they've got something to live on.
95% of marriages that take place in South Asia does have some form of dowry. And dowry also exists in many other countries. I mean, even here in European countries, it did exist. And that was to kind of build on the land wealth that we had once here. But that slowly died out between the 19th and 20th centuries. So that's, in a nutshell, what it is, Shola. Yeah. So what are the social and emotional impacts of dowry, Chichi? So dowry has a great economic burden on families, especially families of lower class families or middle class families as well. It does threaten destitution to families who only have daughters. So once they get one daughter married off, you're then bound to kind of do the same for the rest of the daughters. In Kerala and in India, actually, there is a dowry prohibition rule or act that came out in 1961. But, and that makes it illegal to ask for dowry and to accept dowry. But really, we don't know of any known successful prosecutions for anybody who has gone ahead and done that. There's also a planned jail sentence for 5 years. Again, we're not sure if anyone's actually been put through that as well. During the time, we spoke about maybe it's given to daughters to look after them, but then people started to get greedy and knew they can get more. So we've been asking for more land, more money. And sometimes there's a race to see whose eligible bachelor son can get more than anybody else. It symbolizes wealth, and I've actually seen people come back from weddings and say, that was a really grand wedding because there are loads of gold and they gave more than what was asked for. Or the car that they got was a latest model of either a BMW or an Innova or whatever they'd asked for. And families with daughters on minimum wages, and that is a burden. So the emotional impact on girls is that some girls obviously are not going to get married because of the dowry issue. This has an emotional, mental well-being on them. And it's frowned upon when you have daughters that go past what you call the marriageable age. Poor families then take out marriage loan, and often they pawn their own land or the roof over their head just to get that money. This then, and also unpromised dowry, so some dowry is promised after the wedding, and when that doesn't materialize, like I think we were seeing in these young girls' stories, is when the emotional and physical abuse starts to happen and the girls face humiliation. And, this then results in death, as we've seen in those 3 girls that we spoke about. And it incites, abatement to suicide, dowry murder, a murder associated with dowry. And, this does happen around the world, but also in some countries, like the Muslim countries, the meher is given. So it's actually given from the boy to the girl. So that's quite refreshing. And same as in Nigeria as well and some other countries. So, yeah, it does happen. It kind of has its positive and negatives, but mostly negative, Shola. So what are the dowry consequences in Kerala? So Kerala, as I mentioned before, there is a dowry prohibition law that came out in 1961, and we don't really see many prosecutions from that. But in India, 1 woman dies every hour. That's every hour there's someone dying due to, we're not talking about domestic violence, but this is violence related to dowry, whether it's they're not given, not enough. So 1 person dies every day, every hour. In Kerala, in the last 5 years, there were 66 deaths. This is the only death that's reported. And also in that 5-year stats, there was over 15,000 cases that were reported. Now, so many go unreported because of, social status, because they don't want anyone to report it. And I'm sure these 3 girls never reported it, but they're now part of a different stats. They're not here to tell their story. So there are, the government has introduced various helplines, and there's now the Domestic Violence Act. So, and I think that in Kerala is taken more seriously than the Dowry Act itself. And the government has introduced where all male employees, government employees, have to sign an affidavit within 1 month of them getting married to say that they haven't actually taken any dowry. And yeah. That's very good. It's good to see that people are actually doing something about it. It's not much, but I think it's a start. And it's to say that not everybody asks for dowry, not everybody accepts dowry. But
it does actually happen, and that's why we're getting these deaths. Yes, so Chichi, what can we do to change the current practices within our circle? Well, some of us may have experienced this or know people who have experienced it as well. I certainly do. And, I speak to that young lady quite regularly. So it's real. It does exist. Not so much here because, there's a lot of intercultural marriages and I don't think our girls or boys really know about it, but it's about making them aware. They may have cousins back home, friends back home, they can speak to. So what we can do together is to take a pledge to say no to dowry. Don't accept it, don't give it, don't promote it. We can do that and we can spread that awareness. We can challenge and change the current mindset of people. That's going to be hard for some, but we should try and do that. We can educate and empower our girls and boys. So for girls, if there's a little waging war going on about, we're going to give you this much or that, don't accept it. And for boys to also to challenge your parents or whoever is putting you up to it to say, I don't want that. Stop being greedy over someone else's wealth. It's not yours, so leave it alone and make your own. Spread the word in society and discourage dowry-infected marriages. That really doesn't have a place in the society. Be proud of your daughters. I'm sure you all are. Be very proud of them. And the other thing is to listen. Listen when they're telling you things. It may not be the normal conversation you have, but when they are telling you things like they did for these 3 girls, it's important that you listen. Don't shove them away. They will tell you, let them confide in you. Divorce is not a taboo. It happens. Isn't it better to have your daughter at home than not at all? So don't worry about society. Do not worry about what people think. Put your daughter and yourselves first. There has been many campaigns now in Kerala's past this, and we've had some young, famous film actors and actresses doing a few events just to promote it, so that'd be really good. Shall I ask you the question? Well, we're going to say no to dowry, but no, before you do that, what the strong message I want to give to girls is that there is an option for you, talk until somebody listens, and to say that suicide is only a permanent solution to a temporary situation. So, Chichi, dowry ചോദിച്ചാൽ എന്ത് കിട്ടും? പണി കിട്ടും. Thank you. Thank you. താങ്ക് യു സോ മച്ച്. വളരെ ആനുകാലിക പ്രസക്തിയുള്ളൊരു ടോപ്പിക് തന്നെയായിരുന്നു അല്ലേ ഇപ്പൊ അവർ സംസാരിച്ചത്. പക്ഷെ വളരെ സങ്കടകരമാണ് അറ്റ് ദ സെയിം ടൈം. പക്ഷെ എന്ത് ചെയ്യാനല്ലേ, ഏതെങ്കിലും ഒരു സമയത്തൊക്കെ അത് മാറും എന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ ഇതെല്ലാം മറക്കാനായിട്ട് നമുക്കൊരു പാട്ടിലേക്ക് കിടക്കാം. അപ്പൊ പാടാനായി നമ്മുടെ സ്റ്റേജിലേക്ക് വരുന്നത് ജോബിനാണ്, ജോബിൻ ജോൺ. ജോബിൻ പാടാൻ പോകുന്നത് ഈണങ്ങളുടെ രാജാവായ ഇളയരാജ കമ്പോസ് ചെയ്ത് ജി വേണുഗോപാൽ ആലപിച്ച ഉണരുമീ ഗാനം എന്ന ലവ്ലി, വളരെ മനോഹരമായൊരു ഗാനം തന്നെയാണ് ജോബിനോട് പാടാൻ വരുന്നത്. ലെറ്റ്സ് വെൽക്കം ജോബിൻ ജോൺ ഓൺ ടു ദ സ്റ്റേജ്. ജോബിൻ, പ്ലീസ്.
കിലുങ്ങുന്നിതരകൾ തോറും കിളിക്കൊഞ്ചലിന്റെ മണികൾ കിലുങ്ങുന്നിതരകൾ തോറും കിളിക്കൊഞ്ചലിന്റെ മണികൾ മറന്നില്ലയങ്ങണം നിൻ മലർപാദം പെയ്ത പുളകം മറന്നില്ലയങ്ങണം നിൻ മലർപാദം പെയ്ത പുളകം എന്നിലേ എന്നെ കാണു ഞാൻ നിന്നിൽ വിടർന്നു മരുഭൂവിൽ എരിവയിലിളം പൂക്കൾ ഉണരുമീ ഗാനം ഉരുകുമെൻ ഉള്ളം ഉണരുമീ ഗാനം ഉരുകുമെൻ ഉള്ളം. നിറമാല ചാർത്തി പ്രകൃതി ചിരി കോർത്തു നിന്റെ വികൃതി നിറമാല ചാർത്തി പ്രകൃതി ചിരി കോർത്തു നിന്റെ വളരും നീതോള ഭംഗി പൂവിളികളെങ്ങും പൊങ്ങി വളരും നീതോള ഭംഗി പൂവിളികളെങ്ങും പൊങ്ങി എന്നിൽ നിന്നോർമ്മയും പൂക്കളം തീർപ്പു മറയാകി മധുരം ഉറഞ്ഞു കൂടും നിമിഷം ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം ഈ സ്നേഹലാളനം നീ നീന്തും സാഗരം ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം. താങ്ക് യു ജോബിൻ. വളരെ നല്ലൊരു പാട്ടായിരുന്നു അല്ലേ? എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. എനിക്കറിയാം, ഇപ്പൊ ഞാൻ ഡവറിനെ പറ്റി പറഞ്ഞു, അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ജോബിൻ മനോഹരമായ പാട്ടുമായിട്ട് വന്നു. പക്ഷെ എനിക്കറിയാം വളരെ നമുക്ക് എല്ലാവർക്കും തീം എന്താന്നല്ലേ ആ പാട്ടിന്റെ, വളരെ ദുഃഖകരമായ ഒരു പാട്ട് തന്നെയായിരുന്നു. പക്ഷെ ജോബിൻ അത് വളരെ മനോഹരമായി തന്നെ പാടി. അപ്പൊ ജോബിന് വേണ്ടി പ്ലീസ് ഗിവ് ഹിം എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. സോ താങ്ക് യു. സോ നമുക്ക് വീണ്ടും ഒരു പാട്ടിൽ തന്നെ കടക്കാം. അത് പാടാനായിട്ട് വരുന്നു നമ്മുടെ സ്വന്തം ഹരികുമാർ നായർ. ചേട്ടാ പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. So let's put our hands together for Harikumar. ചേട്ടൻ കുറെ നമുക്ക് പാടുന്നു. So please. Here we go. ചെക്ക്. ഇത് രവീന്ദ്ര മാസ്റ്ററിന്റെ ഒരു സംഗീതത്തിലുള്ള ഒരു പാട്ടാണ്. വളരെ സുപരിചിതമായ പാട്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും.
ദേവസന്ധ്യാഗോപുരത്തിൽ ചാരുചന്ദനമേടയിൽ ദേവസന്ധ്യാഗോപുരത്തിൽ ചാരുചന്ദനമേടയിൽ ശാന്തമീ വേളയിൽ സൗമ്യനാം ഗായക പാടുക നീ ഒരു ഗാനം പവിഴ നിലാവിൻ പ്രിയഗാനം ദേവസന്ധ്യാഗോപുരത്തിൽ ചാരുചന്ദനമേടയിൽ ജനിക്കും മുമ്പേ 7 സ്വരങ്ങളും ജാതകമെഴുതിച്ചു തന്നു മഴതൻ നേർത്ത വിരലുകൾ മണ്ണിൽ സ്മൃതികളിൽ താളം പകർന്നു ഭൂമിതൻ യൗവനം നീയറിയാതൊരു താമരത്തമ്പുരു തന്നു ശ്രുതി ചേർക്കുമോ ജതി സ്വരം പാടുമോ ശ്രുതി ചേർക്കുമോ ജതി സ്വരം പാടുമോ ദേവസന്ധ്യാഗോപുരത്തിൽ ചാരുചന്ദനമേടയിൽ പനിനീ പൂക്കൾ പൊന്നലുക്കിടുമീ പല്ലവി പാടിയതാരോ പാടത്തെ കിളികൾ കലപില കൂട്ടും കാകളി മൂളിയതാരോ പാടിയ ഗീതം പാതിയിൽ നിർത്തി പറന്നു പോയരുമാരോ ചെവിയോർക്കുമോ നിൻ സ്വരം കേൾക്കുമോ ചെവിയോർക്കുമോ നിൻ സ്വരം കേൾക്കുമോ ദേവസന്ധ്യാഗോപുരത്തിൽ ചാരുചന്ദനമേടയിൽ ശാന്തമീ വേളയിൽ സൗമ്യനാം ഗായക പാടുക നീ ഒരു ഗാനം പവിഴ നിലാവിൻ പ്രിയഗാനം ദേവസന്ധ്യാഗോപുരത്തിൽ ചാരുചന്ദനമേടയിൽ. താങ്ക് യു.
താങ്ക് യു ഹരിശേട്ട ഫോർ ദാറ്റ് ലവ്ലി സോങ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു വെറൈറ്റി ഐറ്റം ആണ്. മറ്റൊന്നുമല്ല, ഒരു ഫാഷൻ ഷോ ആണ്. സാധാരണ നമ്മൾ കാണുന്ന ഫാഷൻ ഷോ പോലത്തെ ഒരു ഷോ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതൊരു ഫാമിലി ഷോ ആണെന്ന് തന്നെ പറയാം. അതായത് ഇപ്പോ അമ്മയും മകളും അച്ഛനും മകനും അങ്ങനെയുള്ളൊരു കോംബോ ആയിട്ടുള്ളൊരു ഫാഷൻ ഷോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് അവരെല്ലാരും ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. സോ ലെറ്റ്സ് വെൽക്കം അവർ ഫാഷൻ ഷോ ടീം ഓൺ ടു ദ സ്റ്റേജ്. ആൻഡ് വൺ മോർ തിങ്, ഞാൻ ഫാഷൻ ഷോ ഇവിടെ പെർഫോം ചെയ്യുന്ന പാർട്ടിസിപ്പന്റ് പേരും കൂടി ഇപ്പൊ ഒന്ന് പറയാം. സോ ഫസ്റ്റ് ശ്രേയ, ഒറീന ആൻഡ് ഓറിസ്, പാർവതി മേനൻ ആൻഡ് നവമി, അധീന ആൻഡ് റേയ, എലിസ് Baronovich and Estra Pereira Baronovich, Trina and Preeta, Vinay Rani and Meghna, Hena and Ajita, and Vimala and Ashwati. So let's enjoy the show.
മുത്താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത് മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത് പൂപ്പൊലിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം മിന്നൽ പൂരം തുടിതാളം മഴയുടെ നേരം നീണ്ടു നിൽക്കും നരവനതാളം പരിചകളുടെ നീരുളി നേരം നെഞ്ചിനു താളം നിലവിനു നേരം ഇടക്കയുടുക്കുമിടയിലെ പാടത്തെ പാട്ടിൽ നിന്നോർത്തെടുക്കാം ഈണങ്ങൾ മേടത്തിൽ ചിങ്ങത്തിൽ പൂത്തിറങ്ങും വർണ്ണങ്ങൾ എണ്ണിത്തീരുന്നെങ്കിൽ ചൊല്ലിത്താ കഥകൾ നിറയും പല മട്ടുക്കും പാട്ടുകൾ പാടിത്താ ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി പടയണത്തിൻ പഴമകളും പഴമുതിരും പൊൻപാർവണവും മധുമയലഹരിയിൽ അടിമുടിയുലയുകയായി പ്രകൃതി തൊഴുതുണരും ഇവിടെയൊരുമയുടെ രാഗഭാവലയനം ലയനം ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി നാദങ്ങൾ മനം നിറഞ്ഞു താളങ്ങൾ ചിലമ്പണിഞ്ഞു നാദങ്ങൾ മനം നിറഞ്ഞു താളങ്ങൾ ചിലമ്പണിഞ്ഞു പുതുപുലരി പ്രണവ പദമോദി നവരജനി കമലദളമാടി അമരകലയിൽ അമൃതമൊഴിയിൽ ആത്മരാഗമധുരം മധുരം ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി പടയണിന്തിൻ പഴമകളും പഴമുതിരും പൊൻപാർവണവും മധുമയലഹരിയിൽ അടിമുടിയുലയുകയായി
junuta, dimta, kirdaka junuta, dimta, kirdaka junuta, dumta, dumta na 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 na, dum dum da na 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 na, dum dum magapa, Dom dom da na na de da na 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 dom dom magasa. ragda dum da 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 di ra na 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 na. Da 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 dom da 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 dom da da dom 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 da na 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 de da na 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 dom. Kirtana dirana, gama gama maga ma ba maga zani sa. Kirtana dirana, gama gama maga ma ba maga zani sa. Kirtana dirana, gama gama maga ma ba maga zani sa. Come on now, follow my lead. Come on now, follow my lead. I'm in love with your body. I'm in love with your body. I'm in love with your body. Every day discover something brand new. I'm in love with the shape of you. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി നൂരയിരുമലയിൽ നമുക്ക് തുഴയാനമ്പിളിത്തോണി തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ് പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് കടക്കണ്ണിൽ മഷിമിന്നും ഉറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിന്റെ കുളിരും സമ്മാനം പൂക്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് ഉന്നാര കാറ്റിന്റെ സഞ്ചാരം
മലയാളക്കരയാകെ മണിവീണ ശ്രുതി പാടും മനസ്സിൽ തെളിയും തിരോണം. ഉത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതി ഉയരുന്നൊരു ഉറവിൻ നിനവാം കതിരോണം. നിറമാർന്നൊരു നിറപുഞ്ചിരി നിറപ്പറയും നിറദീപവും കനവിൽ തെളിയും പൊന്നോണം. പുഴയും പാലരുവികളും പൂവേ പൊലി പാടുമ്പോൾ ഗമപനി സഗനിസ പനി മപഗമ പനി പമഗ സനി സഗമ. മലയാളക്കരയാകെ മണിവീണ ശ്രുതി പാടും മനസ്സിൽ തെളിയും തിരോണം. ഉത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതി ഉയരുന്നൊരു ഉറവിൻ നിനവാം കതിരോണം. തുമ്പപ്പൂച്ചോലകളും മുക്കുറ്റിക്കാടുകളും പൂവിളിയാൽ പുലരുന്നൊരു ഉത്സവനാള്. തിരുവാതിരയായി തിരനോട്ടവുമായി മനസ്സിൽ കൊതിയേറാനായോടനിലാവ്. വള്ളം കളിയായി പൊന്നോണപ്പാട്ടുമായി അത്തം പത്താകും നാൾ പൂത്തിരുനാള്. പൊന്നാനപ്പാറമേൽ കുടമാറ്റം കാണും നാട് പുലിയായി നരിയായി മാറും ഗമപനി പമഗ സഗസ ഗമപ. गणनायकाय गणदैवताय गणाध्यक्षाय धीमहि. गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि. गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि. एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि. गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि. एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि. गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि. गानचतुराय गानप्राणाय गानान्तरात्मने. गानोत्सुकाय गानमत्ताय गानोत्सुकम. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം. ഓ നിസ്വനം കളനിസ്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം.
ഹരിത ഭംഗികളിയാടിടുന്ന വയലേലകൾക്കു നീർക്കുടവുമായി ഹരിത ഭംഗികളിയാടിടുന്ന വയലേലകൾക്കു നീർക്കുടവുമായി നാട്ടിലാകെ നടമാടിടുന്നിതാ പാട്ടുകാരികൾ ചോലകൾ ഓ ശ്യാമകേര കേദാരമേ ശ്യാമകേര കേദാരമേ ശാന്തി നിലയമായി വിൽഗതി. ഓ മൈ ഗോഡ് അല്ലെ, എന്ത് പെർഫോമൻസ് ആയിരുന്നു നമ്മൾ കണ്ടത്. ഒരു ഡിഫറെന്റ് ഒരു ഫാഷൻ ഷോ തന്നെയായിരുന്നു. കാരണം ചെറിയ കുട്ടി, എനിക്കറിയില്ല എത്ര മന്ത്സ് ഓൾഡ് ആണെന്ന്. നിങ്ങൾക്ക് അറിയോ ഹൗ ഓൾഡ് ഈസ് ഹി? ഓ 1 year old. ഓ മൈ ഗോഡ്. ശരിക്കും അല്ലെ, നമ്മുടെ കണ്ണിന് ആനന്ദം പകർന്ന ഒരു ഫാഷൻ ഷോ തന്നെയായിരുന്നു. നിങ്ങൾ എല്ലാവരും അതീവ സുന്ദരികളായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ആ ട്രഡീഷണൽ വെയറിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ കണ്ടതിൽ ഏറ്റവും നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു ഈ ഫാഷൻ ഷോ എന്ന് എനിക്ക് മനസ്സിലായി. കാരണം കയ്യടിയോടെ കയ്യടിയായിരുന്നു ഓരോരുത്തർ വരുമ്പോഴും. സോ ഡെഫിനറ്റ്ലി യു ഗൈസ് റോക്ക്ഡ്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പ്ലീസ് ഗിവ് ദം എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്, എസ്പെഷ്യലി ഫോർ ദ ലിറ്റിൽ വൺ. ഓ വാവ്. സോ നമുക്കിനി വീണ്ടും ഒരു ഗാനത്തിലേക്ക് കടക്കാം. വീണ്ടും നമ്മുടെ സ്റ്റേജിലേക്ക് വരുന്നു ജോബിൻ ജോൺ. സോ ലെറ്റ്സ് വെൽക്കം ജോബിൻ ഓൺ ടു ദ സ്റ്റേജ്. കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൽ ഇലഞ്ഞാറിൽ ഇലയാടും കുളിരുലാവും നാട് നിറപൊലിയേകാമെന്നറിയ നേരിനായി പുതുവിള നേരുന്നോരിനിയ നാടിതാ പാടാ കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കണ്ണോട് തരിയുഴും മണ്ണുതിരും മണമോ പെണ്ണിനു വിയർ പോലെ മധുകണമോ ഞാറ്റോല പച്ചവള പൊന്നും തെളിക്കൊലുസ് പെണ്ണിവൾ കളമാറ്റും കളമൊഴിയാ കൊറ്റികൾ പകൽ നീളെ കിണ കാണും മുട്ടിടും അനുരാഗ കരൾ പോലെ മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും പാടാം കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം പൊന്നാരിൻ കതിരിടും സ്വർണമണി നിറമോ കണ്ണിനു കണിയാകും നിറ പറയോ പെണ്ണാള് കൊയ്തുവരും കച്ച നിറപ്പൊലിയായി നെല്ലറ നിറയേണം മനസ്സുപോലെ ഉത്സവ തുടി താള കൊടിയേറ്റം
മത്സര കളിവെള്ള തിരയോട്ടം പെണ്ണിനു മനമാകെ തകിലാട്ടം പാടാം കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും കണുവലിയുമീറൻ കാറ്റിൽ ഇലഞ്ഞാറിൻ ഇലയാടും കുളിരുലാവും നാട് നിറപൊലിയേകാമെന്നറിയ നേരിനായി പുതുവിള നേരുന്നോരിനിയ നാടിതാ പാടാം കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം താങ്ക് യു ജോബിൻ. നല്ല അടിപൊളി, എന്താ പറയുക, നമ്മുടെ ഓണ പരിപാടിക്ക് പറ്റിയൊരു പാട്ട് തന്നെയായിരുന്നു അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഒരു ബ്രേക്ക് എടുക്കാം. നമ്മൾ കുറേ നേരമായിട്ട് നമ്മൾ എല്ലാവരും ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അല്ലേ? അപ്പം നമുക്ക് ഒരു 15 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം. ചായയും സ്നാക്സും ഒക്കെ ബാക്ക് സ്റ്റേജിൽ അവൈലബിൾ ആണ്. വളരെ ചെറിയൊരു തുക മാത്രമേ നമ്മൾ അതിന് ഈടാക്കുന്നുള്ളൂ. അപ്പം ആ കിട്ടുന്ന കാശ് നമ്മൾ നമ്മുടെ M.A.U.K ചാരിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ചായ സ്നാക്സ് ഒക്കെ എന്താ പറയുക വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ബാക്ക് സ്റ്റേജിലോട്ട് വന്നാൽ മതി. അപ്പോൾ ബ്രേക്ക് കഴിഞ്ഞിട്ട് വരുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു മ്യൂസിക്കൽ ഫീസ്റ്റ് ആണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ മിഥുൻ ആൻഡ് അക്ഷര മോഹൻ, നമ്മുടെ UK മലയാളിയുടെ സ്വന്തം സിബ്ലിംഗ് ഡോ, അവരുടെ ബാൻഡായ റോങ് നോട്ട്സ് അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ഫീസ്റ്റ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അവരുടെ ഇൻസ്റ്റ, FB, യൂട്യൂബ് പേജിലൊക്കെ അവർ ചെയ്ത കുറെ വർക്കുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. So everyone please do follow them and subscribe their social media accounts and promote these talented siblings. Okay, so നമുക്ക് ബ്രേക്ക് കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. So let's have a small break.
തന്താനേ തന്താനേ ഏ തന്താനേ തന്താനേ. Thank you. The last song was kind of like an impromptu, so glad that you guys are enjoying. I was surprised when you sang that one. Okay. Idana vendad actually, like, you know, this exchange of positive energy, right? Yeah, it feels really good. Yeah, between people and, yeah. Bass is okay? Cut on. Like, flat on. Sound. G sharp minor. B. G sharp minor. ഒരു ദൈവം. ചേട്ടാ മോണിറ്റർ കുറച്ച് മുന്നേ തരാമോ? Monitor, yeah. Monitor, ചേട്ടാ. അടുത്തത് ഒരു it's a medley. It's a mix of Tamil songs and Malayalam songs. പുതിയ പാട്ടുകളും കുറച്ച് mid age songs as well. So yeah. Ready? ഒരു ദൈവം തന്ന പൂവേ കണ്ണിൽ തേടൽ എന്ന തായേ ഒരു ദൈവം തന്ന പൂവേ കണ്ണിൽ തേടൽ എന്ന തായേ வாழ்வு தொடங்கும் இடம் நீதானே வாழ்வு தொடங்கும் இடம் நீதானே வானம் முடியும் இடம் நீதானே காற்றை போல நீ வந்தாயே சுவாசமாக நீ நின்றாயே மார்பிலூரும் உயிரே ஒரு தெய்வம் தந்த பூவே கண்ணீர் தேடல் என்ன தாயே
പ്രിയനേ പ്രിയനേ മെല്ലെ മെല്ലെ എന്നിൽ നിന്നകലും പ്രിയനേ പ്രിയനേ ഏകാന്തം ഈ തീരം മൗനം ഈ സാഗരം മെല്ലെ മെല്ലെ എന്നിൽ നിന്നകലും അകലും അകലും നീയില്ലാ നേരം കാറ്റിൻ്റെ വാതിൽ ചാരാതെ മൂളുന്നു മാമ്പൂക്കൾ പൂക്ക നീഹാരം പെയ്യാറാവെന്തേ നീറുന്നു താരരാരാ 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 വേനലും നീറും ആ പുഴയിലായി നീ മീനുപോ ദൂരെ ഒരായിരമിരുൾ ഒരായിരമിരുൾ ദൂരെ ഒരായിരമിരുൾ ദൂരെ ഒരായിരമിരുൾ ഒരായിരമിരുൾ ദൂരെ ഒരായിരമിരുൾ നിറമെഴുതുന്നേ നിൻ ചിരിതൻ ചുമരതിലെങ്ങും നിൻ പിരിയാനിഴൽ നിഴലകലുന്നേ നിൻ ചിരിതൻ കടൽ ചുമരതിലെങ്ങും നിൻ പിരിയാനിഴൽ നീയില്ലാ നേരം കാറ്റിൻ്റെ വാതിൽ ചാരാതെ പോകുന്നു Thank you guys. കുറച്ച് ഡിം ചെയ്തോ കുറച്ച് ഡിം ചെയ്യാം ready this sound is 2 notes higher than Which one? this sound which you just sang ready and the go for it അടുത്തതൊരു
it's a Malayalam song. ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ആർട്ടിസ്റ്റ് റെക്സ് ഏട്ടൻ്റെ പാട്ടാണ്. സോ നമുക്ക് കുറച്ച് ചില്ല് ചെയ്യാം. Can you guess the song? നമുക്ക് കുറച്ച് ചില്ല് ചെയ്യാം. That is a clue.
Thank you. This was a fast one, wasn't it? Fast track. Either. Yeah, you can. Which one? Which one? There's no fast. Sing A Sandakara. A Sandakara. No, that's not fast. Yeah, it's fine. We'll sing something. ഫാസ്റ്റ് അങ്ങനെ അടിച്ചുപൊളി ആയിട്ടുള്ള പാട്ട് ആയിട്ടില്ല. താങ്ക് യു. അഡ്ജസ്റ്റ് ചെയ്താൽ മതി. So this is a song from a few years ago, but it's still there. So it's a B. कैसा है ये मौसम कोई न जाने, कहीं से है फिजा आई, गमों की धूप संग लाई, खफा हो गए हम, जुदा हो गए हम, वो लम्हे वो बातें कोई न जाने, ये कैसी रातें ओ बरसातें, वो भीगी भीगी यादें, वो भीगी भीगी यादें, यादें, यादें। That's Mithun on the keys, guys. नशे से चढ़ गए ओए, कुड़ी नशे से चढ़ गए, नशे से चढ़ गए ओए, कुड़ी नशे से चढ़ गए, पतंग से लड़ गए ओए, कुड़ी पतंग से लड़ गए, नशे से चढ़ गए ओए, कुड़ी नशे से चढ़ गए, पतंग से लड़ गए ओए, कुड़ी पतंग से लड़ गए, ऐसे कैचे दिल के पैचे गले ही पड़ गए, ओए ओए नशे से चढ़ गए,
ओ भीगी भीगी यादें यादें भीगी भीगी यादें भीगी भीगी यादें भीगी भीगी यादें भीगी भीगी यादें. Thank you. I actually wanted to call you to dance for Nashi's time, but it was too short. Next time. I can see that she's... Yeah. We're going to have one song now. This is a trending song you want to talk. Okay, next is it's a trending song. നിങ്ങളിതിപ്പോൾ ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. It's a Sinhalese song. If there is any Sinhalese person here, please ക്ഷമിക്കുക, because pronunciation ചിലപ്പോൾ ഇതായിരിക്കും. But so yeah, it's just a try, guys. One, two, three, go. Manike magehide mudve nurangum yavi ailevi nereye numbe nage magenet eha meha yavi sirevi ma edalagam davetna urpe makapatlana රුවනාරී මනහාරී සුකුමාලි නුඹතමා ඉතලගමදවතනා උර ප්‍රේම කපතලනා රුවනාරී මනහාරී සුකුමාලි නුඹතමා මනගේ මගේ හිදේ මුදවේ නුරාංගුම් යාවී සීලේවී නෙරයේ නුඹේ නගේ මගෙනෙ italagamadavatana uru prema kapatalana ruvanari manahari sukumali numbatama italagamadavatana uru prema kapatalana ruvanari manahari sukumali numbatama.
మదావతన ഒരു പ്രേമ കപ്പത്തലന ധ്രുവനാരി മനഹാരി സുകുമാരി നമ്മത്തമ്മ. അടുത്തതൊരു നാടൻ പാട്ട്. ഇതിന് ഡാൻസ് കളിക്കില്ലേ? ഇല്ല, അതന്നെ. കൈതോല പായ വിരിച്ച് പായേലൊരു വര നെല്ലു പൊലിച്ച് കാതുകുത്താൻ എപ്പ വരും നിന്റമ്മവന്മാരു പൊന്നേ. കാതുകുത്താൻ എപ്പ വരും നിന്റമ്മവന്മാരു പൊന്നേ. ആ ഏ ഓ അപ്പടി ആ ഏ ഓ. കുന്നത്തങ്ങാടി ഷാപ്പിലു കേറി പള്ള നിറയെ കള്ളു കുടിച്ച്. കുന്നത്തങ്ങാടി ഷാപ്പിലു കേറി പള്ള നിറയെ കള്ളു കുടിച്ച്. ആടി ആടി എപ്പ വരും നിന്റങ്ങളമാരു പൊന്നോ. 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 ആ ഏ ഓ ആ ഏ ഓ. കൈതോല പായ വിരിച്ച് പായേലൊരു വര നെല്ലു പൊലിച്ച്. കാതുകുത്താൻ എപ്പ വരും നിന്റമ്മവന്മാരു പൊന്നോ. 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 താങ്ക് യു. താങ്ക് യു സോ മച്ച്. സോ ഹാപ്പി. ഈ എനർജി ഞങ്ങൾക്ക് കിട്ടുന്നത് സോ ഹാപ്പി. ഞങ്ങൾ വിചാരിക്കുന്നു ഇവിടെ നിന്നും അങ്ങോട്ട് പോസിറ്റീവ് എനർജി പോകുന്നുണ്ട്. സോ എനിവേ നെക്സ്റ്റ് ഇസ് നമ്മളെ സോറി ഓക്കെ അടുത്തതായി ഒരു ഡാൻസ് ഐറ്റമാണ്. ഒരു കഥക് ഡാൻസ് നമ്പറാണ്. ദ വെരി ബ്യൂട്ടിഫുൾ നമ്മുടെ ഓൺ ഇത്രയും നേരം ആങ്കർ ചെയ്ത Krishna Preeti is going to come and present a Kathak piece for you all. Hope you all enjoy.
That was so beautiful, Krishna Preeti. Just like her, the performance was pretty as well. അടുത്തതായി വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് ഷൈനി ബിനു, ദ ഡയറക്ടർ ഓഫ് M.A.U.K ക്ഷണിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. മലയാളിക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഈ ഓണപരിപാടിയുടെ വേദിയിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. കൊറോണ മഹാമാരി കഴിഞ്ഞ ഒരു വർഷം മനുഷ്യ ജീവിതത്തെ മാറ്റിമറിച്ചു. അതെല്ലാം അതിജീവിച്ച് നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്, എല്ലാവരെയും സന്ദർശിക്കാനും സ്നേഹോപഹാരങ്ങൾ നൽകുവാനും. മലയാളി അസോസിയേഷനെ സംബന്ധിച്ച ഓണവും ഓണസദ്യയും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഘടകമാണ്. ഇന്നിവിടെ വന്ന് ഓണസദ്യയും ഓണപരിപാടിയും വിജയിപ്പിച്ച എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. അതിൽ പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാനുള്ളത് നമ്മുടെ ചെറിയ കുട്ടികളെയാണ്. അവരിവിടെ വന്ന് ഇത്രയും ബ്രേവായിട്ട്, ഇത്രയും ധീരതയോടുകൂടി ഓരോ പരിപാടി അവതരിപ്പിക്കുമ്പോൾ അത് കണ്ടിരിക്കുമ്പോൾ ശരിക്കും കണ്ണു നിറയുകയാണ്. അവരെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന എല്ലാ അമ്മമാർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. ഈ പരിപാടിയുടെ എല്ലാം നടത്തിപ്പിനായി M.A.U.Kയെ എപ്പോഴും എന്നും സഹായിക്കുന്ന കുറച്ച് സ്പോൺസേഴ്സ് നമുക്കുണ്ട്. അവരുടെ പേരുകൾ ഞാൻ ഈ സമയം എടുത്തു പറയുകയാണ്. ലോ ആൻഡ് ലോവേഴ്സ്, നീൽ ട്രാവൽസ് ആൻഡ് റെമിറ്റൻസ്, സ്വയം പ്രോപ്പർട്ടീസ്, തട്ടുകട, സൊളങ്കി കെമിസ്റ്റ്, സ്റ്റഡി ലിങ്ക്. ഇത് വളരെ പ്രധാനപ്പെട്ട സ്പോൺസേഴ്സ് ആണ്. നമ്മൾ എന്നും സഹായിക്കുന്ന സ്പോൺസേഴ്സ്. നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമുക്കറിയാവുന്നതുപോലെ COVID-19 മൂലം ലോകമെമ്പാടും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവിടെയുള്ള മലയാളികൾ നൽകിയ സഹായം ഞാൻ ഇവിടെ എടുത്തു പറയുകയാണ്. അവർ നൽകിയ സഹായം ഉപയോഗിച്ച് അത് ഏതാണ്ട് ഒരു 25,000 പൗണ്ടിന് മുകളിലാണ് നമുക്ക് സംഭരിക്കാൻ കഴിഞ്ഞത്. അത് കേരളത്തിൽ എത്തിക്കാനും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും അതിനനുസരിച്ചുള്ള സഹായം എത്തിക്കാനും M.A.U.Kക്ക് സാധിച്ചു. ഈ പ്രവർത്തനങ്ങൾ, M.A.U.Kയുടെ ഈ പ്രവർത്തനങ്ങൾ ഇവിടെയുള്ള ഓരോ മലയാളിക്കും വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഇത് M.A.U.Kയുടെ ചരിത്രത്തിൽ ഒരു പൊൻതൂവൽ തന്നെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പരിപാടി വിജയിപ്പിക്കാനായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒത്തിരി സന്തോഷം എല്ലാവരെയും കണ്ടതിൽ. താങ്ക് യു സോ മച്ച്. Thank you. ചണ്ട ഇത്തോട് നീ പാട്ട് പോതും മുത്ത് ചണ്ട എന്നോട്
நீ போட வேணும் தனிமை துரத்து அழகிற நானும் மனசு திறந்து என காப்பாத்த தேடி கட்டிக்க போற தாவி ஒட்டிக்க போற தாலி கட்டிக்க போற அம்மா மோதி முச்சிக்க போற பாதி பிச்சுக்க போற பாவி வச்சுக்க போற அம்மா ஏ சண்டக்காரா குண்டு மொழியில ரெண்டு உயிரை தேடி பாயுது உயிரை தேடி பாயுது எதிராளனே அழகாளனே உன வந்து ஒரு சாம ஒதுங்கி நடந்தே எது மோதினா இடம் மாறினே தடுமாறி முழிச்சானா உனக்குள்ள கிடந்தே கண் கட்டி வித்த காட்டி என எப்போ கட்டி போட்டா நான் என்ன எழுத்தி நீட்ட அதில் வெட்கம் மட்டும் கிழிச்சு போட்டா தேடி கட்டிக்க போற தாவி ஒட்டிக்க போற தாலி கட்டிக்க போற அம்மா ஏ சண்டக்காரா குண்டு மொழியில ரெண்டு உயிரை தேடி பாயுது Thank you. That was one of my personal favorite songs. I just wanted to sing it. Next is again ഒരു മലയാളം പാട്ടാണ്. Again it's Rex Vijayan Chetan's song. With a little bit of twist. No? To explain it to a time. All I know, time is a valuable thing. Watch it fly by as a pendulum swings. Watch it count down to the end of the day. The clock takes life away.
one. Didn't look out below. Watched the time go right out the window. Trying to hold on, but didn't even know I wasted it all just to watch you go. I kept everything inside, and even though I tried, it all fell apart now. What it meant to me will eventually be a memory of the time that I tried. So when I tried. Thank you. Okay, then. Okay, next is a song from Kumbalingi Nights. Okay, and it's going to be the last song. എല്ലാവർക്കും നല്ലൊരു ഓണം ആഘോഷിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. Ke
ചിന്നണയുമിരുനിലാവലയാരും കാണാ ഹൃദയതാരമത് ഉരുകിനാമന്നാരും കേൾക്കാ പ്രണയജാലകഥ പലവുരു പറയുമോ. Thank you. Thank you, everyone. But we are going to do one more song. All right. ഒരു പക്ഷേ Okay, guys, we're going to do this song a little bit chilled out, chill vibe. Always chillan. So we're going to do it with our keys and vocals. ഈ ലൈറ്റ് കുറച്ചും കൂടി ഡിമ്മാക്കാൻ പറ്റും ചേട്ടാ? പറ്റില്ല. ഓക്കെ. ചേട്ടാ മോണിറ്ററിൽ കുറച്ച് തരാൻ പറ്റുമോ? अगर तुम मिल जाओ जमाना छोड़ देंगे हम. अगर तुम मिल जाओ जमाना छोड़ देंगे हम. तुम्हें पाकर जमाने भर से रिश्ता तोड़ देंगे हम. अगर तुम मिल जाओ ओ, अगर तुम मिल जाओ जमाना छोड़ देंगे हम. तुझे चाहा रब से भी ज्यादा. तुझे चाहा रब से भी ज्यादा. फिर भी ना तुझे पा सके. रहे तेरे दिल में मगर तेरी धड़कन तक ना जा सके. जुड़ के भी टूटी रही इश्क दी डोर. किसको सुनाए जाके टूटे दिल का शोर वे. माही वे मोहब्बतां सचियां ने मंगदा नसीबा कुछ होर.
की करिए किस्मत दे मारे उसकी करिए किस्मत दे मारे हूँ उसकी करिए किस्मत दे किसदा जोर माही वे माही वे माही वे दर्द भरा दिल में इतना के रोने को दिल करता तेरे बिना बेजान साब तो होने को दिल करता दर्द बिना अब में इतना के रोने को दिल करता तेरे बिना बेजान साब तो होने को दिल करता मोहब्बत बरसा देना तू सावन आया है तेरे और मेरे मिलने का मौसम आया है सबसे छुपा के तुझे सीने से लगाएंगे प्यार में तेरे हद से गुजर जाना है इतना प्यार किसी से पहली बार आया है कुछ हो मोहब्बता सचिया ने मंगदा नसीबा कुछ हो
Thank you. Thank you so much. Thank you, thank you, thank you. Thank you, everybody. Thank you, Akshara. Thank you, Akshara and Mithun. നമ്മളെ ശരിക്കും ഒരു എന്താ പറയുക സ്വപ്ന ലോകത്തേക്ക് കൊണ്ടുപോയതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ്. ഓക്കെ, ഒരു ചെറിയ ഒരു ഉപഹാരമുണ്ട് അക്ഷരയ്ക്കും മിഥുനും. ഓക്കെ, അക്ഷര, can we have you on the stage, please? Thank you. ഒരു ചെറിയ ഒരു M.A.U.K ഉപഹാരം. ഓക്കെ, വീണ്ടും വരാം പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അടുത്തതായി എനിക്ക് സ്റ്റേജിലേക്ക് വിളിക്കാനുള്ളത് ഇന്ന് ഇവിടെ വന്ന് ആങ്കറിങ്ങിന് നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത കൃഷ്ണപ്രീതിയെയാണ്. കൃഷ്ണപ്രീതി എന്ന സ്റ്റേജിലേക്ക് വരാമോ? ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. എല്ലാ ചേച്ചിമാരും എനിക്ക് നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് തന്നുകൊണ്ടിരുന്നത്. എസ്പെഷ്യലി താങ്ക് യു സോ മച്ച് അശ്വതി. അശ്വതിയാണ് എന്നെ ഈ ഒരു ഇവന്റിലേക്ക് ആദ്യം തന്നെ റെക്കമെൻഡ് ചെയ്തത്. ആൻഡ് ഓഫ് കോഴ്സ് എനിക്ക് നന്ദി പറയാനുള്ളത് ശ്രീജിത്തേട്ടനോടും അതുപോലെ അജി ചേട്ടനോടും അതുപോലെ എല്ലാ ടീം മെമ്പേഴ്സിനോടും. അതായത് ഞാനായിട്ട് കോപ്പറേറ്റ് ചെയ്ത ഒരുപാട് ടീം മെമ്പേഴ്സ് ഇവിടെ കുറെ പേരുണ്ട്, മിസ്സിംഗ് ആണ്. പക്ഷെ എല്ലാവരുടെ പേരും സോജൻ ചേട്ടൻ, പിന്നെ എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പം എല്ലാവരോടും ഞാൻ അകമഴിഞ്ഞ നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. അതുപോലെ എൻ്റെ ഡാൻസും നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. സോ എനിക്ക് എന്താ പറയണമെന്നല്ല, എന്താ ഓവർവെൽഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവരോടും, വളരെയധികം നന്ദി. എന്തോ ഓക്കെ, എൻ്റെ ഫ്രണ്ട് ശ്രീജിത്തേട്ടൻ എന്നെ അവിടെ നിന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും എന്തോ തിരിച്ച് ഞാൻ തൽക്കാലം ഇതൊരു പൊതുവേദി ആയതുകൊണ്ട് ഒന്നും പറയുന്നില്ല, ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി പറഞ്ഞോളാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു, താങ്ക് യു. താങ്ക് യു കൃഷ്ണ. ഇന്നിവിടെ ഈ പരിപാടി നടക്കുമ്പോൾ നമ്മുടെ ടെക്നിക്കൽ ടീം ഇല്ല എങ്കിൽ ഇന്നിവിടെ ഈ പരിപാടി ഇല്ല. ഈ അവസാന നിമിഷത്തിൽ ഇവിടെ വന്ന് ടെക്നിക്കൽ സൈഡ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിച്ച അനുവിനെ ഞാൻ ഈ സ്റ്റേജിലേക്ക് ഒന്ന് വിളിക്കുകയാണ്. അനുവിനുള്ള ബൊക്കെ ഞങ്ങൾ അവിടെ എത്തിക്കുന്നതായിരിക്കും. കാരണം അനു ഇപ്പോഴും നമ്മളെ ടെക്നിക്കൽ സൈഡിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അനു എല്ലാവരെയും ഒന്ന് വെയിവ് ചെയ്തോളൂ കേട്ടോ. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചാൽ അനു ചിലപ്പോൾ വരും സ്റ്റേജിലേക്ക്. ഇവിടെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത് വുമൺ എംപവർമെന്റ് ആണ്. എല്ലാ ടെക്നിക്കൽ സൈറ്റിലും പിന്നെ മെയിൽ പിന്നെ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു സമയത്ത് ഒരു ലേഡി വന്ന് സഹായിക്കാൻ പറ്റുക പറയുന്നത് അഭിമാന തുല്യമാണ് നമുക്ക്. താങ്ക് യു അനു. പിന്നെ അവസാനമായിട്ട് എനിക്ക് താങ്ക് യു പറയാനുള്ളത് വേറെ ആരുമല്ല, നമ്മുടെ അശ്വതി ശശിധരൻ. അശ്വതി സ്റ്റേജിലേക്ക് വരാം. ഈ പരിപാടിയുടെ എല്ലാം കോർഡിനേറ്ററാണ് അശ്വതി. ലാസ്റ്റ് മിനിറ്റിൽ ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് പരിപാടികൾ റെഡിയാക്കി ഇന്ന് നമ്മളെല്ലാം ആനന്ദിപ്പിച്ചു. അശ്വതിക്ക് ഒത്തിരി താങ്ക്സ് M.A.U.Kയുടെ വക. അശ്വതി നമ്മുടെ ഒരു ഏറ്റവും വലിയ ഒരു വോളണ്ടിയർ ആണ്. എന്തിനും ഏതിനും എപ്പോഴുമുള്ള ഒരു വോളണ്ടിയർ ആണ് അശ്വതി. താങ്ക് യു സോ മച്ച്. അശ്വതിക്ക് ഈ
പരിപാടിയെക്കുറിച്ചും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. താങ്ക് യു സോ മച്ച്. അല്ല, ഒരുപാട് 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 ബുദ്ധിമുട്ടിയാണ് ഇത് ചെയ്തത്. പക്ഷെ ആ ബുദ്ധിമുട്ടുകളുടെ ഫലം കുറച്ച് പേരെങ്കിലും എൻജോയ് ചെയ്തെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ലാസ്റ്റ് നിമിഷമായിരുന്നു. പിന്നെ കുറച്ച് പേരൊക്കെ പുറകെ നിന്നിട്ട് ഇതല്ല കൂന്നിയല്ല, ചിലപ്പോൾ ഇത് നന്നായി വരത്തില്ല, നമ്മൾ ഒരു ഷോർട്ട് ടൈമിൽ ചെയ്ത പ്രോഗ്രാം ആയിരുന്നു എന്ന് പറഞ്ഞെങ്കിലും ആ കോൺഫിഡൻസോടുകൂടി ലാസ്റ്റ് നിമിഷം വരെ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. എൻ്റെ കൂടെ ഞാൻ വിളിച്ചിട്ട് വന്ന എല്ലാവരും ഉണ്ട്. കാരണം നമ്മളോടുള്ള സ്നേഹം കാരണമാണ് എല്ലാവരും കൂടെ വന്നത്. കുട്ടികളടക്കം എനിക്ക് ഭയങ്കരമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി എഫേർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി റിയലി. പിന്നെ ഇതൊരു ചാലഞ്ചായിരുന്നു എനിക്ക് ചിലരോടൊക്കെയുള്ള. അപ്പോൾ എന്തായാലും വളരെ വളരെ നന്നാക്കിയത് നിങ്ങളും കൂടെയാണ്. ഇത്രയും സപ്പോർട്ട് ചെയ്തത് എൻ്റെ കൂടെ ഈ പ്രോഗ്രാം എല്ലാം അവതരിപ്പിച്ച പാർട്ടിസിപ്പൻസ് ആണ്. എനിക്ക് ഒത്തിരി നന്ദി പറയുന്നുണ്ട് ഞാൻ അവരോട്. കാരണം കുഞ്ഞു കുട്ടികൾ വരെ എനിക്കറിയത്തില്ലായിരുന്നു അവരെങ്ങനെ അത് ചെയ്യും എന്നുള്ള കാര്യം. പിന്നെ ശ്രീജിത്ത് ഏട്ടൻ ഓൾവേസ് ഇങ്ങനെ ചൊറിയായതുകൊണ്ട് ഞാൻ ഈ സ്റ്റേജിലൊന്നും പറയുന്നില്ല. പക്ഷെ എല്ലാവരും വളരെ സപ്പോർട്ട് ചെയ്തു. നിങ്ങൾ ഓഡിയൻസും എൻ്റെ കൂടെ ഉള്ളവരും എല്ലാവർക്കും പിന്നെ M.A.U.K ഡയറക്ടേഴ്സിന് ഒരുപാട് നന്ദി പറയുന്നു. കാരണം അല്ല, എന്തൊക്കെ പറഞ്ഞാലും ആ വിശ്വാസത്തോടെ എന്നെ ഏൽപ്പിച്ച കാര്യമാണിത്. അവർക്ക് ആ വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് അത് എന്നെ ഏൽപ്പിച്ചത്. അതിന് താങ്ക് യു പറയുന്നു. ഞാനത് ഭംഗിയായി ചെയ്തു എന്നും ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഓൾ. പാടുന്നുണ്ടോ? ഇല്ല. വേണമെങ്കിൽ നമ്മുടെ നാഷണൽ ആന്തം തന്നെ പാടാം. വെറുതെ പറഞ്ഞതാ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ. ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ.
മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ. കൊതിക്കും പാതിരരാവിൽ മതിക്കും പൗർണമി ഞാൻ നിൽപ്പൂ നിന്നെ കാണാൻ. കരളിലെയും കഥകളിലെ നായകനായി നീ അവിടെ ചിറകുണരാ കിളിയണയാൻ സ്വയമുരുകും ഞാനിവിടെ. ശിലയിൽ നിന്നും ഉണരൂ ഹിമശില നീ തപശില നീ തമസിൽ നിന്നും ഉണരൂ നീ. ശിലയിൽ നിന്നും ഉണരൂ നീ. എന്റെ ഗന്ധർവനായി വരൂ നീ. നിന്നെ അറിയാൻ നിന്നോടലിയാൻ തിരയായ അലയും കടൽ ഞാൻ. ഹിമശില നീ തപശില നീ തമസിൽ നിന്നും ഉണരൂ നീ. ഹിമശില നീ തപശില നീ തമസിൽ നിന്നും ഉണരുമോ. ശിലയിൽ നിന്നും ഉണരൂ നീ. രച്ചര 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 ശിലയിൽ നിന്നും ഉണരൂ നീ. ഏത് പാട്ടെന്ന് മനസ്സിലായോ? ചെമ്പൂവേ പൂവേ നിറമാനത്തെ ചെന്തേലൊരു വണ്ടുണ്ടോ ചാന്തേരും മുത്താരം മുത്തായൊരു മുത്തുണ്ടേ. അഴകേ നിൻമിഴി നീർമണിയിൽ മുത്തുപൊഴിക്കരുതേ. നീ എന്റെ കിനാവിൽ കുളിരിൽ തൂവരുതേ. പരിഭവങ്ങളിൽ മൂടി നിൽക്കും ലിറിക്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്. ഈ ചേച്ചിമാർ അടിപൊളിയാണ്. ദിസ് ക്രൗഡ് ഇസ് അടിപൊളി, എനിക്ക് ഇഷ്ടമായി. യാ യാ താങ്ക് യു സോ മച്ച്. ഇവിടെ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ മറന്നുപോയി.
അപ്പോൾ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ശരി, സ്റ്റേജിൽ കയറാം. അപ്പോൾ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ദാറ്റ് നമ്മൾ ഇതിൻ്റെ ഒരു കോർഡിനേറ്ററിന് വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ മറന്നുപോയി. അത് നമ്മുടെ തിരുവാതിര ഓർഗനൈസ് ചെയ്ത ഒരാളിനാണ്. എല്ലാ ഓണപരിപാടിയുടെയും ഏറ്റവും ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു തിരുവാതിരയാണ്. അതോടുകൂടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ ഷിമ്മിയെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. ആ തിരുവാതിര ഓർഗനൈസ് ചെയ്ത് ഈ ഓണാഘോഷം ഒരു തുടക്കമിട്ടതിന്. ഷിമ്മി. താങ്ക് യു ഷിമ്മി. ഞാൻ ആക്ച്വലി ഞാൻ മാത്രമല്ല ഈ തിരുവാതിരയുടെ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത്. ആക്ച്വലി താങ്ക് യു പറയേണ്ടത് ജയ ചേച്ചിയുടെ അടുത്താണ്. ജയ ചേച്ചി ഇവിടെ വന്നിട്ടില്ല, ഉണ്ടായിരുന്നു. അപ്പം ഈ ബൊക്കെ ഞാൻ ജയ ചേച്ചിക്ക് വേണ്ടി എടുക്കുന്നു. താങ്ക് യു. താങ്ക് യു ഷിമേ ആൻഡ് താങ്ക് യു ജയ ചേച്ചി. അവസാനമായി നമ്മൾ നേരത്തെ മിസ് ചെയ്ത ഒരു ചെറിയ കടമയുണ്ട്. അതായത് നമ്മുടെ മെമ്പറും വോളണ്ടിയറുമായിട്ടുള്ള അസ്വിൻ ഇവിടെ ഉണ്ട്. അദ്ദേഹം നിങ്ങൾ കണ്ടു കാണും. അദ്ദേഹം ഭയങ്കര ലൈറ്റ്, ഒന്നും പറയാൻ പറ്റുന്നില്ല. അദ്ദേഹം പിന്നീട് വളരെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അഭിമാനകരമായ ഒരു നേട്ടങ്ങളാണ്, അച്ചീവ്മെൻറ്റ്സ് ആണ് എഡ്യൂക്കേഷൻ ഫീൽഡിൽ അദ്ദേഹം നേടിയിട്ടുള്ളത്. ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന് അനുമോദിക്കാൻ വേണ്ടി നമ്മുടെ ആദ്യകാലത്തെ മലയാളി റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള ഹലാൽ റെസ്റ്റോറൻ്റ് എന്ന് പറയുന്ന ഓൾഗേറ്റിലുള്ള ഹലാൽ റെസ്റ്റോറൻറ്റിൻ്റെ ഇപ്പോൾ അത് മാനേജ് ചെയ്യുന്ന മെഹബൂബാണ്. മെഹബൂബ് എന്നെ വിളിച്ച് സംസാരിച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ വകയൊരു ഉപഹാരം ഉണ്ട്, പക്ഷെ അത് നമ്മൾ റെഡിയാക്കിയിട്ടില്ല. പകരം അദ്ദേഹത്തിന് ഒരു ബൊക്കെ കൊടുത്ത് ആദരിച്ചതിന് ശേഷം ഈ ഉപഹാരം നമ്മൾ അവിടെ എത്തിക്കുന്നതായിരിക്കും. പ്ലീസ് കം ഓൺ സ്റ്റേജ് പ്ലീസ് അസ്വൻ. ഇത് കൊടുക്കാനായി ഞാൻ വേറെ ആരെയും വിളിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അനിയത്തി തന്നെ അവിടെ ബൊക്കയുമായിട്ട് ഇരിപ്പുണ്ട്. സോ പ്ലീസ് ഓൺ സ്റ്റേജ്. താങ്ക് യു. ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. താങ്ക് യു, താങ്ക് യു. I have to say, you have a absolute inspiration to our to my generation. Yeah, of course. Yeah. So, on behalf of our generation, just say a few words. I just want to say thank you to M.A.U.K first, and it's the same thing he done on BBC. Anyway, well done. Thank you. On that note, thank you everyone. Directors and volunteers, ഇത് ക്ലീൻ ചെയ്തിട്ട് പോവുക. ഇത് റെക്കോർഡ് ചെയ്യാൻ പാടില്ല. സാരി വേണമെന്നവർ ദയവായി ഹരിയണ്ണ ഒരു സാരി വാങ്ങിച്ചുവിട്ട് പോവുക. വീട്ടിൽ ചെന്നിട്ട് ചേച്ചിയെ ഷോപ്പിടാം. ഒരു സാരി വാങ്ങിച്ചോളൂ. ഷിമ്മിക്ക് 5-6 സാരി വാങ്ങിച്ചു കൊടുക്കുക. ആരെങ്കിലും ഇവിടെ വേദിയിലുണ്ടെങ്കിൽ ദയവായി മുമ്പോട്ട് വരിക. എല്ലാം അതെല്ലാം മറക്കാനായിട്ട് നമുക്കൊരു മനോഹര ഗാനം കേൾക്കാൻ മാത്രമേ ഞാൻ പറഞ്ഞു. മൈക്ക് വേണം. അടുത്ത വർഷം ഇത് വെച്ചത്.
വോളണ്ടിയേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സിന്റെ ശ്രദ്ധയ്ക്ക് ഈ ഫ്ലയേഴ്സ് ബാനേഴ്സ് മാറ്റുന്നതിന് മുമ്പ് പിക്ചേഴ്സ് ആരെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പിക്ചർ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. നമ്മുടെ ബാനേഴ്സ് വരും. ഹലോ, ഹലോ. അടുത്തതായി വീണ്ടും ഒരു പാട്ടാണ്. പാടാനായി എത്തുന്നത് ടെസ ജോൺ. ടെസ UK അറിയപ്പെടുന്ന ഒരു ഗായികയാണ്. ഒരുപാട് ഡിവോഷണൽ ആൽബം സോങ്സിലൂടെയൊക്കെ നമുക്ക് പരിചയമാണ് ടെസ. സോ നമുക്ക് എല്ലാവർക്കും ടെസയെ വെൽക്കം ചെയ്യാം. അടുത്തതായി വീണ്ടും ഒരു പാട്ടാണ്. പാട്ട് പാടാനായി എത്തുന്നത് ടെസ ജോൺ ആണ്. ടെസ UK അറിയപ്പെടുന്ന ഒരു ഗായികയാണ്. ഒരുപാട് ഡിവോഷണൽ ആൽബം സോങ്സിലൂടെയൊക്കെ നമുക്ക് പരിചയമാണ് ടെസ. സോ നമുക്ക് എല്ലാവർക്കും ടെസയുടെ ഒരു പാട്ട് ആസ്വദിക്കാം. വീണ്ടും ഒരു പാട്ടുമായി എത്തുന്നു ദൃഷ്ടി പ്രവീൺ. UK വളർന്നു വരുന്ന ഒരു ഗായികയാണ് ദൃഷ്ടി. നമുക്ക് ദൃഷ്ടിയുടെ പാട്ട് ആസ്വദിക്കാം. കേരളത്തിന്റെ നാടൻ കലാരൂപമായ ചിന്തുപാട്ടാണ് അടുത്തത്. നമുക്ക് എല്ലാവർക്കും ചിന്തുപാട്ട് ആസ്വദിച്ചാലോ? കേരളത്തിന്റെ നാടൻ കലാരൂപങ്ങളിൽ ഒന്നായ കേളികൊട്ട്. നമുക്ക് എല്ലാവർക്കും കേളികൊട്ട് ആസ്വദിക്കാം. കേരളത്തിന്റെ തനത് ലാസ്യ നൃത്ത കലാരൂപമാണ് മോഹിനിയാട്ടം. മോഹിനിയാട്ടം നമുക്ക് വേണ്ടി ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്നത് പ്രീത സുകേഷ്.